ഈ ഒരു യാത്ര എങ്ങനെയാണ് ചേട്ടന്റെ അടുക്കലേക്ക് എത്തുന്നത്? അത് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഇൻഫർമേഷൻ തന്നാലും നമ്മൾ ഡ്രൈവർമാരല്ല, നമുക്ക് അവിടെ നിന്നുള്ള ഇൻഫർമേഷനാണ് ആംബുലൻസ് സർവീസിൽ നിന്ന്. അതുകൊണ്ട് യാത്രക്കിടയിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായിട്ടില്ല? ഇല്ല, എല്ലാം പോലീസുകാരുണ്ടായി കൂടെ, അതുകൊണ്ട് എല്ലാം ഭംഗിയായിട്ട്. ഇനി ആ കൊച്ച് ഒന്ന് ഇതാവട്ടെ. 3 മണിക്കൂർ തോന്നുന്നു, കാരണം യാതൊരു പ്രശ്നം കൂടാതെ അത് എത്തി. അത് ദൈവത്തിന്റെ ഭാഗ്യം. ഞാൻ കുറച്ചായി. അല്ലല്ല, ഞങ്ങൾ ഇങ്ങനെ ഇത് ചെയ്യാറുണ്ട്. ചേട്ടന്റെ പേരെന്താണ്? എൻ്റെ പേര് ജൈനിഷ്. എവിടെയാണ് സ്ഥലം? എവിടെയാണ്? മാള. ഇതുവരെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ദൗത്യം നമ്മൾ ആരും തന്നെ കണ്ടിട്ടില്ല. ഈ സമയത്ത് അല്ല, അത് എന്ത് പറയാനാ, നമ്മൾ ഒന്നും കൂടാണ്ട് ഇവിടെ എത്തിയല്ലോ, അതൊരു ഭാഗ്യം, അത്രേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല, നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇത് ചെയ്യാറുണ്ട്, അതുകൊണ്ട് നമുക്ക് വലിയ ഇതായിട്ട് തോന്നിയില്ല. കുഴപ്പമില്ല. ഇനി ആ കൊച്ച് നമ്മൾ ഈ കൊച്ചിന്റെ ഇതല്ലേ നമ്മൾ നോക്കണം. അത് ശരിയാണോ? ഒന്ന് റെസ്റ്റ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനുള്ളിൽ നിന്ന് ഹാൻസ് നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ഇതൊരു വലിയ ദൗത്യമായിരുന്നു. പ്രത്യേകിച്ചും 10 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന് മസ്തിഷ്ക മരണം സംഭവിക്കുന്നു. ആലൻ ഷെറിൻ അബ്രഹാം, ആ കുട്ടിയുടെ കുടുംബത്തെയാണ് ഏറ്റവും പ്രത്യേകിച്ച് ഈ ഘട്ടത്തിൽ ഓർമ്മിക്കേണ്ടത്. അവരുടെ തീരുമാനം വളരെ നിർണായകമായിരുന്നു. ഒരു നഷ്ടം, വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നു, നികത്താനാകാത്ത നഷ്ടം. പക്ഷേ പുതിയ ഒരുപാട് പ്രതീക്ഷകൾ, മനുഷ്യത്വം, വിശ്വാസം ഇതൊക്കെ പകരുന്ന ഒരു നിർണായകമായ തീരുമാനം ആ കുടുംബത്തിന് എടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ആദ്യത്തെ ഘട്ടം. പക്ഷേ ആ ഘട്ടത്തിന് ശേഷം കേരള പോലീസും ഈ ആംബുലൻസ് ഡ്രൈവർമാരും നഴ്സുമാരും അടക്കം വിവിധ ആശുപത്രികളിൽ ഡോക്ടർമാരടക്കം എടുത്ത വലിയ പരിശ്രമത്തിന് ഈ ഘട്ടത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളാകെ ദൃശ്യങ്ങളിലൂടെ പകർത്തുകയാണ്. അത് കേരളമാകെ കാണുകയാണ്. അതിൻ്റെ പ്രതികരണങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്.